Hello humans, welcome to Shruti Bites once again. I hope you all are doing good. സോ ഞാൻ വന്നിട്ടുള്ള ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ടെർബോ മൂവിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഞാൻ ജസ്റ്റ് PVR ഇപ്പോൾ മൂവി കണ്ടു വന്നുള്ളൂ. Thought of taking the review right now itself. So it's directed by Vaishak and produced by Mammootty Company. നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു മാസ് ആക്ഷൻ മൂവി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അല്ലേ. So seeing the poster and everything, everyone was so excited to see Turbo. Okay, so being honest, 72 years old ഒരാൾ ചെയ്യുന്ന actions and everything, it's so good. That part, as part of Mammootty, did a great job. നമുക്ക് എല്ലാവർക്കും അറിയാം what an actor he is. അല്ലെങ്കിൽ the action scenes he done, ഇത്രയും ഏജ് ആയിട്ട് the way he carry himself, everything is just super. സോ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിനെ പറ്റി നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ കൈൻഡ് ഓഫ് ഒരു ആക്ഷൻ മൂവി ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഇറ്റ്സ് വൈശാഖ് മൂവി. സോ യൂഷ്വലി ഉള്ള ആളുടെ ടെംപ്ലേറ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഓക്കെ, മൂവി എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലീഷയാണ് നമ്മൾ പണ്ട് ഇപ്പം മാസ് ആക്ഷൻ മൂവീസിൽ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റോറി തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹീറോന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു ഡേഞ്ചർ സംഭവിക്കുന്നു, അതിൻ്റെ പിന്നാലെ പോകുന്ന ഹീറോ, സം ആക്ഷൻ സീൻസ് ഇൻ ബിറ്റ്വീൻ, ആൻഡ് ഒരു ഗോ ഡൗണിൽ വെച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ ഫൈറ്റ് ആൻഡ് നമ്മുടെ വില്ലനെ കീഴ്പ്പെടുത്തുന്നു. അതേ ടൈപ്പ് തന്നെയാണ്, അതേ ടെംപ്ലേറ്റിൽ തന്നെയാണ് പടം പോകുന്നത്. ആൻഡ് ദ വില്ലൻ രാജ്ബി ഷെട്ടി, ഹീസ് എൻ അമേസിങ് ആക്ടർ. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത ആൾക്ക് കുറച്ചും കൂടി ഒരു പവർ കൊടുക്കായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ശബരീഷിൻ്റെ ക്യാരക്ടർ വന്നു പോകുന്നുണ്ട്, ആളുടെ ക്യാരക്ടറിന് കുറച്ചും കൂടി എന്തെങ്കിലും കൊടുക്കായിരുന്നു എന്ന് പേഴ്സണലി ഐ ഫെൽ. ഫീമെയിൽ ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് അഞ്ജന, ഷീ ഡിഡ് ഗുഡ്. അതിന് സിസ്റ്ററായിട്ട് വരുന്നൊരു ക്യാരക്ടർ ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് എന്തിനാണ് ആ റോൾ അവിടെ ഉണ്ടായിരുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷെ ബിന്ദു പണിക്കർ, മമ്മൂട്ടിയുടെ അമ്മയായിട്ട് വന്നിട്ടുള്ളത്, ഷീ ഡൺ ആൻ അമേസിങ് ജോബ്. ആളുടെ ഈ പടത്തിലെ കുറച്ച് കോമിക് ടൈമിങ്, ഭയങ്കരമായിട്ട് ചിരിക്കാനല്ല, ചെറിയൊരു കോമിക് സംഭവങ്ങൾ, കോമഡി വരുന്നത് ആക്ച്വലി ആളുകാരനാണ്. ഇറ്റ് വാസ് ഭയങ്കര നൈസായിട്ട് ആളുടെ അടിപൊളിയായിരുന്നു. ആൻഡ് മമ്മൂട്ടി ബിന്ദു പണിക്കർ കോംബോ വാസ് റിയലി ഗുഡ്. കമ്മിങ് ടു ആക്ഷൻ സീൻസ്, കുറച്ച് നല്ല ആക്ഷൻ സീൻസ് ഉണ്ട്. മമ്മൂട്ടി നമുക്ക് ആളെ കാണുമ്പോൾ ഇത്രയും ഏജ് ആയിട്ട് ആളിതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു ഒരു ഫീലിംഗ് തോന്നും. പക്ഷെ ഒരു പഞ്ച് കുറവ് പോലെ ഫീൽ ചെയ്തു. മേ ബി എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. പടം മൊത്തത്തിൽ ഇറ്റ് വാസ് ആവറേജ് പോലെ ഫീൽ ചെയ്ത്. പക്ഷെ ഫാൻസിന്, മമ്മൂക്ക ഫാൻസിന്, അതുപോലെ തന്നെ അങ്ങനെ പണ്ട് കാലത്ത് ആ ഒരു മാസ് ആക്ഷൻ മൂവി മിസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇത് ക്ലിക്കാവും. എല്ലാ എലമെന്റ്സും ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, ഇടയ്ക്ക് വരുന്ന ആ ഒരു സ്റ്റൈൽ സംഭവങ്ങൾ, മമ്മൂക്കനെ കാണിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്, വില്ലന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. സോ വെറുതെ പാട്ടുകൾ കുത്തിക്കയറ്റുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ദാറ്റ് വാസ് വൺ ഗുഡ് തിങ് എനിക്ക് തോന്നിയത്. ചുമ്മാ ഒരു മസാല പാട്ടോ അങ്ങനെയൊന്നുമില്ല. ദാറ്റ് വാസ് സംതിങ്, ദാറ്റ് വാസ് ഗുഡ്. മൊത്തത്തിൽ ഒരു ആവറേജ് മൂവിയായി ഫീൽ ചെയ്ത്. പിന്നെ ക്ലൈമാക്സ് ഒരു സൂപ്പർ വില്ലൻ്റെ ഒരു വോയിസ് ഓവർ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇനി സീക്വൽ ഉണ്ടാവുമെന്ന്. ദാറ്റ് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ പടം തുടങ്ങുന്ന ഒരു കുഞ്ഞ് പാർട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പാർട്ട് ഓഫ് സ്റ്റോറി വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. നല്ല രസത്തിൽ പടം തുടങ്ങിയത് ആക്ച്വലി, അതൊരു നല്ലതായിരുന്നു. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. പടം ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു മമ്മൂക്ക ഹാർഡ് കോർ ഫാൻ, if someone is waiting for some action dish scene from Mammuka, you can go to watch it in theaters. That's it. So kunyi review anariyam. I will come with another review tonight. I am going to watch Furiosa. So yeah, I will see you soon. If you are liking my videos, please do subscribe to my channel. I will be coming with new things to learn and something to entertain you guys. So that's it. Signing off, Shruti. Bye.